ഈ സുരാജ് വെഞ്ഞാറമൂട് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. എത്രയൊക്കെ വിനയം മുഖത്ത് വാരിത്തേച്ച് വെച്ചാലും ആ ഉള്ളിൽ കിടക്കുന്ന ഫ്രോഡുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്ക് തള്ളി വരും. അതുപോലെയാണ് നമ്മളുടെ മന്ത്രി സജി ചെറിയാന്റെ കാര്യം. ആ ഉള്ളിൽ കിടക്കുന്ന ചെറ്റത്തരം ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്ക് തള്ളി വരും. നമസ്കാരം. അപ്പോ നമ്മളുടെ ഇന്ത്യൻ ഭരണഘടനയെ കുന്തവും കൊടച്ചക്രവും എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. അതായത് കേരളത്തിലെ മന്ത്രി സജി ചെറിയാൻ. അദ്ദേഹം ഈ അടുത്ത കാലത്ത് നല്ലൊരു അഭിനേതാവാണെന്നും കൂടി തെളിയിച്ചു കഴിഞ്ഞു. അതായത് ആഗോള അയ്യപ്പ ഭക്ത സംഗമത്തില് ചന്ദനക്കുറിയൊക്കെ തൊട്ട് ഇരിക്കുന്ന ആ ഒരു സീൻ, അതുപോലെ തന്നെ ഇന്ന് വീണ്ടും അമൃതാനന്ദമയി ദേവിയെ ആദരിക്കാൻ വേണ്ടി നമ്മളുടെ പിണറായി തെരഞ്ഞെടുത്തിരിക്കുന്നത് ഒരാള് മന്ത്രി സജി ചെറിയാനാണ്. അങ്ങനെ ആ അഭിനയ കഴിവുകളൊക്കെ എല്ലാം പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും ആ ഉള്ളിൽ കിടക്കുന്ന ആ ഒരു ചെറ്റത്തരം തള്ളി പുറത്തേക്ക് വരും. അതായത് ജനാധിപത്യം എന്ന് പറയുന്നത് എന്താ? ജനങ്ങള് പ്രതിനിധികളെ തെരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അവിടെ യഥാർത്ഥത്തിൽ വോട്ട് ചെയ്യുന്നവനാണ് രാജാവ് എന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ പൊതുവായിട്ട് പറയുന്നത് പൊതുജനം കഴുത എന്നാണ്. എന്തെങ്കിലും ആയിക്കോട്ടെ, ഏതായാലും വോട്ട് ചെയ്യാനുള്ള ഒരു അവസരമുണ്ടല്ലോ. ആ വോട്ട് ചെയ്തവരെ തന്നെ അപമാനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ? അതാണ് ഇന്ന് സജി ചെറിയാൻ ചെയ്തിരിക്കുന്നത്. കൃത്യമായിട്ട് പറഞ്ഞാല് ഈ തൃശ്ശൂരത്തെ കേസ് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോ തൃശ്ശൂര് സുരേഷ് ഗോപി ജയിച്ചത് ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും, അതായത് LDF-നും UDF-നും ഒട്ടും ദഹിച്ചിട്ടില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പോ ഈ രാഹുൽ ഗാന്ധി ഇപ്പൊ കർണാടകത്തിലോ അല്ലെങ്കിൽ ബീഹാറിലോ അവിടെ ഇവിടെയൊക്കെ പോയി വോട്ട് ചോരി എന്നൊക്കെ പറഞ്ഞ് കുറെ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ നമ്മളുടെ കേരളത്തിലും അതിന്റെ കൊട പിടിച്ചുകൊണ്ട് സുരേഷ് ഗോപി മണ്ഡലത്തിന് പുറത്തു നിന്ന് വോട്ട് ചേർത്തുകൊണ്ട് ആ വോട്ട് വെച്ചാണ് ജയിച്ചത് എന്നൊക്കെ കുറെ കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തി. പക്ഷെ പരാതി കൊടുത്തിട്ടൊന്നും പ്രതാപന് യാതൊരു രക്ഷയില്ലാത്ത അവസ്ഥയാണ്. അതുപോലെ തന്നെ വളരെ മാന്യൻ എന്ന് പറയപ്പെടുന്ന ഈ സുനിൽ കുമാറും ഇതേ ആരോപണവുമായിട്ട് മുന്നോട്ട് വന്നു. അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയില് ഈ നമ്മുടെ സജി ചെറിയാൻ എന്ന് പറയുന്നത് ഇപ്പോ ഇന്നത്തെ ഒരു പ്രസ്താവനയിൽ കൃത്യമായിട്ട് പറയുന്നത് അവിടെ സുരേഷ് ഗോപി ജയിച്ചത് തൃശ്ശൂരത്തെ ജനങ്ങൾ തന്നെ വോട്ട് ചെയ്തിട്ടാണ് എന്നാണ്. പക്ഷേ ഈ തൃശ്ശൂരത്തെ ജനങ്ങളെല്ലാം പൊട്ടന്മാരാണ് എന്നുകൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതായത് എയിംസിന്റെ വിഷയത്തിൽ ഇന്നൊരു വെല്ലുവിളിയൊക്കെ നടത്തിയല്ലോ. അതായത് ഇന്ന് എയിംസ് റെഡിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ രാവിലെ നേരം വെളുക്കുമ്പോൾ 11 മണിക്കുള്ളിൽ സ്ഥലം കാണിച്ചിരിക്കും എന്നൊക്കെ. അപ്പൊ ആ സമയത്ത് ആവേശത്തിൽ പറഞ്ഞതാണ്. അതായത് ആലപ്പുഴയില് ഈ സുരേഷ് ഗോപി കളിക്കുന്നത് നെറുകെട്ട രാഷ്ട്രീയമാണ്. സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് തട്ടുപൊളിപ്പൻ രാഷ്ട്രീയമാണ്. അതുപോലെയുള്ള കാര്യങ്ങൾ ആലപ്പുഴയിൽ കൊണ്ടുവന്ന് നടത്താൻ സമ്മതിക്കില്ല. ആലപ്പുഴയിലെ ജനങ്ങള് വളരെ പ്രബുദ്ധരാണ്. അതായത് അദ്ദേഹം പറഞ്ഞ കൃത്യമായിട്ടുള്ള ഡയലോഗ് എന്ന് പറയുന്നത് ആലപ്പുഴയിലെ ജനങ്ങൾ പൊട്ടന്മാരല്ല, ഇത് തൃശ്ശൂരല്ല എന്നാണ്. അപ്പോ ആലപ്പുഴയിലെ ജനങ്ങൾ പൊട്ടന്മാരല്ല എന്ന് പറയുകയും ഇത് തൃശ്ശൂരല്ല എന്ന് സുരേഷ് ഗോപിയോട് പറയുകയും ചെയ്തു കഴിഞ്ഞാല് അതിന്റെ അർത്ഥം എന്താ? സുരേഷ് ഗോപിയെ ജയിപ്പിച്ച തൃശ്ശൂരിലെ ജനങ്ങൾ പൊട്ടന്മാരാണെന്നല്ലേ ഈ മന്ത്രി ഉദ്ദേശിച്ചത്? ഈ മന്ത്രി എന്ന് പറയുന്നത് ആ ആലപ്പുഴയുടെ മാത്രം മന്ത്രി അല്ല എന്നുള്ളത് കൂടി ഓർക്കണം. കേരളത്തിന്റെ മൊത്തം മന്ത്രിയാണ് ഈ സജി ചെറിയാൻ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് വിശ്വാസം ഇല്ലാന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ നേരിട്ടുള്ള ആ ബൈറ്റ് തന്നെ നിങ്ങൾ കേട്ടോളൂ. ധാരയാണ് പൊട്ടന്മാരാക്കുന്നത്, ഈ ആലപ്പുഴക്കാരെ പൊട്ടന്മാരാക്കാൻ പറ്റും, ഈ തൃശ്ശൂരൊന്നും അല്ല കേട്ടോ. ധാരയാണ് പൊട്ടന്മാരാക്കുന്നത്, ഈ ആലപ്പുഴക്കാരെ പൊട്ടന്മാരാക്കാൻ പറ്റും, ഈ തൃശ്ശൂരൊന്നും അല്ല കേട്ടോ.